ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീമിനെ അലട്ടുന്ന ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്നാണ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡർമാരുടെ അഭാവം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അത് നമ്മൾ കൃത്യമായി കണ്ടതാണ്. ബ്രസീലിയൻ ആരാധകർ ഒരുപാട് കാലമായി ആവശ്യമുയർത്തുന്ന ഒരു കാര്യമാണ് മാത്യൂസ് പെരേരയെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ബ്രസീലിയൻ ലീഗിൽ ക്രുസൈറോക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് മാത്യൂസ് പെരേര. അദ്ദേഹത്തെ പോലെയുള്ള ഒരു താരത്തെയാണ് ഇപ്പോൾ ബ്രസീൽ മധ്യനിരയിൽ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വേൾഡ് കപ്പ് സൈക്കിളിൽ മാത്യൂസ് പെരേരയെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. പ്രശ്നം എന്തെന്നാൽ താരത്തിന് ഇപ്പോൾ തന്നെ 30 വയസ്സായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭാവിയൊന്നും ഈ താരത്തിനില്ല. താരത്തിൻ്റെ ഏറ്റവും മികച്ച സമയത്തിലാണ് മാത്യൂസ് പെരേര ഇപ്പോൾ ഉള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. മാത്യൂസ് പെരേരയോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. ഇനി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് താങ്കളെ വിളിക്കാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് മാത്യൂസ് പെരേര നൽകിയ മറുപടി ഇങ്ങനെയാണ്: പുതിയ സൈക്കിളിൽ എനിക്ക് ഇടം ലഭിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരിക്കും. ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് കളിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രിവിലേജ് തന്നെയാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ അതിന് പ്രാധാന്യം നൽകുന്നില്ല. മറിച്ച് എൻ്റെ ശ്രദ്ധ മുഴുവനും ക്രുസൈറോയിലാണ്. ഓരോ ദിവസവും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് മാത്യൂസ് പെരേര ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ബ്രസീലിയൻ ടീമിൽ ഇടം ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രിവിലേജ് തന്നെയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ബ്രസീലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി ഒരൊറ്റ മത്സരം മാത്രം കളിക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് മാത്യൂസ് പെരേര. ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. ബ്രസീലിയൻ ലീഗിൽ 15 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കുന്ന ആദ്യത്തെ മധ്യനിര താരമായി മാറാൻ ഇത്തവണ മാത്യൂസ് പെരേരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രുസൈറോക്ക് വേണ്ടി 10 ഗോളുകളും 5 അസിസ്റ്റുകളും ഇത്തവണത്തെ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. ഗോളടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മധ്യനിര താരമായി കൊണ്ടാണ് മാത്യൂസ് പെരേര ഇപ്പോൾ തുടർന്നു പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.